अब चांदनी के लिए कपड़ा कहाँ से आए? फिर ऊपर बगैर छड़ियों के कपड़ा ठहरेगा कैसे और छड़ियाँ खड़ी होंगी कैसे? രാത്രി ആകാശത്തിൽ അമ്പിളി മാമനെയൊക്കെ കാണുന്ന സമയമാകുമ്പോഴേക്കും കാലാവസ്ഥ മാറി തണുപ്പാവും. അപ്പോൾ അവർക്ക് തുണി വിരിച്ച് അവിടെ പന്തലൊരുക്കണ്ടേ? അതിനെ അവിടെ നിർത്താൻ പാകത്തിന് വടികൾ വേണ്ടേ? ഇതൊക്കെ അവിടെ എങ്ങനെ നിർത്തും? ആ വടിയിൽ വേണ്ടേ നമുക്ക് തുണി വെച്ച് ഇതിന് തണലൊരുക്കാൻ? കേശവ് ബടി ദേർ തക് ഇസി ഉധേഡ് ബുൻമെ രഹ. ഇത് വല്ലാത്തൊരു അലട്ടുന്ന ചോദ്യവും ആയി തോന്നി കേശവന്. അപ്പോൾ കുറേ നേരം ഇതിൻ്റെ ആലോചനയിലായിരുന്നു. ആഖിർക്കാർ ഉസ്നെ യേ മുഷ്കിൽ ഭി ഹൽ കർ ദി. കുറേ സമയമെടുത്തെങ്കിലും കേശവ് അതിനുള്ള പരിഹാരം കണ്ടെത്തി. ശ്യാമ സെ ബോല, ജാക്കർ കൂടാ ഫേങ്ക്നെ വാലി ടോക്കറി ഉഠാലാവോ. വേസ്റ്റ് ഇടുന്ന പാത്രം എടുത്തു കൊണ്ടുവരാൻ ശ്യാമയോട് പറഞ്ഞു. അമ്മി ജീക്കോ മത് ദിഖാന, അമ്മ കാണാതെ എടുക്കണേ എന്ന് പറഞ്ഞു ശ്യാമ. വ തോ ബീച്ച് സെ ഫട്ടി ഹുയി ഹെ, ഉസ്മേ സെ ധൂപ് ന ജായേഗി. ശ്യാമ ചോദിച്ചു. വേസ്റ്റ് ഇടുന്ന ടോക്കറി എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ്, വേസ്റ്റ് ഇടുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ശ്യാമ എന്താ പറഞ്ഞത്? വ തോ ബീച്ച് സെ ഫട്ടി ഹുയി ഹെ. അയ്യോ, അത് നടുക്ക് വെച്ചൊരു അത് കീറിയിരിക്കുകയാണ്. അത് വെച്ച് കഴിഞ്ഞാലും വെയിലകത്തേക്ക് വരില്ലേ കൂട്ടിലേക്ക്? കേശവനെ झुंझलाकर कहा, तू टोकरी तो ला, मैं उसका सुराख बंद करने की कोई हिकमत निकालूंगा. കേശവ ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ആ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് ആദ്യം എടുത്തുകൊണ്ട് വാ, അത് കീറിയിരിക്കുന്ന ഭാഗം ഞാൻ എങ്ങനെയെങ്കിലും അടച്ച് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ശ്യാമ ദോഡ്കർ ടോക്കറി ഉഠാലായി. ശ്യാമ ഓടിച്ചെന്ന് ആ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് എടുത്തു കൊണ്ടുവന്നു. കേശവനെ ഉസ്കെ സുരാഖ് മേ തോടാ സാ കാഗസ് ठूस दिया और तब टोकरी को एक टहनी से टिकाकर बोला, देख ऐसे ही घोंसले पर उसकी आड़ कर दूंगा. കേശവ് എന്താ ചെയ്തത്? ആ ബാസ്ക്കറ്റിൻ്റെ കീറിയ ഭാഗത്തായിട്ടൊരു കടലാസ് തിരുകി കയറ്റിയിട്ട് വെയിൽ അകത്ത് വരാത്ത പാകത്തിന് അതിനെ ആ വിള്ളൽ അടച്ചു കൊടുത്തു. എന്നിട്ട് ഒരു വടിക്ക് മേൽ ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. ശ്യാമയോട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ആ കിളിക്കൂടിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കും. തബ് ധൂപ് कैसे जाएगी. അപ്പം പിന്നെ വെയിൽ എങ്ങനെയാ കിളിക്കൂടിലേക്ക് പോവുക? ശ്യാമാനെ ദിൽ മേ സോച്ച, ഭയ്യ കിത്നെ ചാലാഖ് ഹേ. ശ്യാമ മനസ്സിലിങ്ങനെ ആലോചിച്ചു, എൻ്റെ ഏട്ടൻ എന്ത് സമർത്ഥനാണ്. ഗർമി കെ ദിൻ ഥേ, ചൂട് കാലമായിരുന്നു. ബാബുജി ദഫ്തർ ഗയേ ഹുവേ ഥേ, അച്ഛൻ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അമ്മ ദോനോ ബച്ചോं को कमरे में सुलाकर खुद सो गई थी. രണ്ട് മക്കളെയും മുറിയിൽ ഉറക്കിക്കൊണ്ടിരിക്കെ അമ്മയും ഉറങ്ങിപ്പോയിരുന്നു. ലേക്കിൻ ബച്ചോं की आंखों में आज नींद कहाँ. പക്ഷേ ഇന്ന് ഈ കുട്ടികളുടെ കണ്ണിൽ ഉറക്കം എവിടെന്നാ? ഉറക്കമേ ഇല്ല. अम्मी जी को बहलाने के लिए दोनों दम रोके आंखें बंद किए मौके का इंतज़ार कर रहे थे. അമ്മ പറഞ്ഞതനുസരിച്ചു ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഉറങ്ങാൻ കിടന്നു എന്നേ ഉള്ളൂ. കണ്ണും അടച്ച് ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ഉറങ്ങി എന്ന് അമ്മയ്ക്ക് ബോധ്യമാവണം. ആ രീതിയിൽ അവർ കണ്ണും അടച്ച് കിടന്ന് അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. जो ही मालूम हुआ कि अम्मी जी अच्छी तरह से सो गई, दोनों चुपके से उठे और बहुत धीरे से दरवाजे की सिटकनी खोलकर बाहर निकल आए. അമ്മ ഉറങ്ങിയെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെട്ട സമയം അവർ ഉടനെ ഒച്ചയാക്കാതെ പതുക്കെ എണീറ്റ് വാതിലിൻ്റെ തഴുത് തുറന്ന് പുറത്തേക്കിറങ്ങി. അണ്ടോ കി ഹിഫാസത്ത് കി തയ്യാറിയാ ഹോനെ ലഗി. കിളിക്കൂട്ടിലുള്ള കിളിയുടെ മുട്ടകളെ പരിരക്ഷിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി.
കേശവ് കമരെ സെ എക് സ്റ്റൂൾ ഉഠാ ലായ. കേശവ് അകത്തുള്ള മുറിയിൽ നിന്നും ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നു. ലേക്കിൻ जब उससे काम न चला तो नहाने की चौकी लाकर स्टूल के नीचे रखी और डरते डरते स्टूल पर चढ़ा. അകത്ത് നിന്ന് സ്റ്റൂൾ കൊണ്ടുവന്നിട്ട് അത് വെച്ച് നോക്കിയെങ്കിലും സൺഷെയ്ഡിൻ്റെ അത്രയും പൊക്കത്തിൽ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് കുളിമുറിയിലിരിക്കുന്ന ഒരു സ്റ്റൂള് പോലുള്ളൊരു കുഞ്ഞു സാധനം ചൗക്കി അതെടുത്ത് കൊണ്ടുവന്ന് അതും വെച്ച് അതിൻ്റെ മേളിലെ സ്റ്റൂള് വെച്ചിട്ട് പേടിച്ച് സ്റ്റൂളിൻ്റെ പുറത്തേക്ക് കയറി. ശ്യാമ ദോനോ ഹാത്തോസെ സ്റ്റൂൾ പക്കടേ ഹുവേ ഥി. ഈ സമയം അനിയത്തി എന്താണ് ചെയ്യുന്നത്? 2 കൈകൊണ്ടും സ്റ്റൂള് മുറുകെ പിടിച്ച് നിൽക്കുമായിരുന്നു, ഏട്ടൻ താഴെ വീഴാതിരിക്കാൻ. സ്റ്റൂൾ चारों टांगें बराबर न होने के कारण जिस तरफ ज़्यादा दबाव पाता था ज़रा सा हिल जाता था. ഈ സ്റ്റൂള് വെച്ചത് ഒത്ത നിലത്തല്ലായിരുന്നല്ലോ, അതുകൊണ്ട് സ്റ്റൂളിനൊരു ചരിവ് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ കേശവ് അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണുള്ളത്. കേശവ് നിൽക്കുന്നതിനനുസരിച്ച് ഈ സ്റ്റൂള് ചിലപ്പോഴൊക്കെ അനങ്ങാൻ തുടങ്ങി. ഉസ് വക്ത് കേശവ് को कितनी तकलीफ़ उठानी पड़ती थी यह उसी का दिल जानता था. കേശവൻ്റെ മനസ്സിലെ വെപ്രാളം ടെൻഷനൊക്കെ കേശവന് മാത്രമേ അറിയൂ. ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സ്റ്റൂളും ലെവലല്ലാത്ത സർഫേസിൽ വെച്ചത് കൊണ്ട് സ്റ്റൂളിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പം കേശവനുണ്ടായ വികാരം കേശവനെ അറിയുള്ളൂ, പേടിയൊക്കെ. दोनों हाथों से कार्निस पकड़ लेता और श्यामा को दबी आवाज़ से डांटता, अच्छी तरह पकड़ वरना उतर कर बहुत मारूंगा. കേശവ് എന്താ ചെയ്തത്? ആ സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് 2 കൈകൾ കൊണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ശ്യാമയോട് പതുക്കെ പറഞ്ഞു. അമ്മ കേൾക്കാതിരിക്കാൻ വേണ്ടി വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, നന്നായി പിടിക്കണേ, ഇല്ലെങ്കിൽ താഴെ വന്നിട്ട് നിനക്ക് ഞാൻ നല്ല തല്ല് തരും. മഗർ ബേചാരി ശ്യാമ കാ ദിൽ തോ ഊപ്പർ കാർണിസ് പർ ഥാ. പക്ഷേ ഈ താഴെ സ്റ്റൂളും പിടിച്ച് നിൽക്കുന്ന ശ്യാമയുടെ മനസ്സ് എവിടെയായിരുന്നു? ആ സൺഷെയ്ഡിൻ്റെ മുകളിലായിരുന്നു. അവിടെയുള്ള കിളിക്കൂടും ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ബാർ ബാർ ഉസ്കാ ധ്യാൻ ഉധർ ചലാ ജാത്ത ഓർ ഹാത്ത് ഢീലെ പട് ജാത്തെ. ഇടയ്ക്കിടയ്ക്ക് ശ്യാമ കിളിക്കൂടും അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധ വിട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് മുറുകെ പിടിച്ച സ്റ്റൂളുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ അയഞ്ഞു തുടങ്ങി. കേശവനെ ജൂഹി കാർണിസ് പർ ഹാത്ത് രഖ ദോനോ ചിടിയ ഉടുകയും. 2 കൈകളും സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് മുറുകെ പിടിച്ചതും കിളികൾ 2ഉം പറന്നുപോയി. കേശവനെ ദേഖ കാർണിസ് പർ തോടെ തിൻകെ ബിച്ചേ ഹുവേ ഹെ. കേശവ് നോക്കിയപ്പോൾ ആ സൺഷെയ്ഡിന് മുകളിലായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇല്ലികൾ, ചെടിയിൽ നിന്നും കിളികൾ കൊത്തിക്കൊണ്ടുവരുന്ന കൂടുണ്ടാക്കാൻ വേണ്ടിയുള്ള ചെറിയ ഉണക്ക പുല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. और उन पर 3 अंडे पड़े हैं. ആ കൂട്ടിൽ അവിടെ 3 മുട്ടകളുമുണ്ട് സൺഷെയ്ഡിന് മുകളിലായിട്ട്. जैसे घोंसले उसने पेड़ों पर देखे थे वैसा ही कोई घोंसला नहीं है. താഴെ നിന്ന് വിചാരിച്ചത് എന്താണ്? കിളിക്കൂടുണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ മുകളിൽ കയറി സൺഷെയ്ഡും പിടിച്ചു നിന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? മരത്തിലൊക്കെ കാണുന്ന പോലെയുള്ള കിളിക്കൂടൊന്നും അവിടെ ഇല്ലായിരുന്നു. വെറുതെ കുറച്ച് ഉണക്ക ഇലകളും ഇല്ലികളും ഒക്കെയാണ് കണ്ടത്. ശ്യാമാനെ നീച്ചെ സെ പൂച്ച കൈ ബച്ചേ ഹേ ഭയ്യ. താഴെ നിന്ന ശ്യാമ ചോദിച്ചു, ഏട്ടാ എത്ര മക്കളുണ്ട്? കേശവ് 3 അണ്ടേ ഹേ അഭി ബച്ചേ നഹി നിക്ലേ. കേശവ് പറഞ്ഞു, 3 മുട്ടകളുണ്ട്, ഇനിയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടില്ല. ശ്യാമ ജറ ഹമേ ദിഖാ ദോ ഭയ്യ കിത്നെ ബഡേ ഹേ. ഒന്ന് എന്നെയും കാണിച്ചു താ ഏട്ടാ, എത്ര വലുതാണെന്ന് കാണണമായിരുന്നു. കേശവ് ദിഖാ ദൂങ്ക പഹലെ ജറാ ചിത്തടെ ലേയാ നീച്ചെ ബിഛാ ദൂം ബേച്ചാരെ അണ്ടേ തിൻകോം പർ പടേ ഹേ. നിന്നെയും കാണിച്ചു തരാം, ആദ്യം നീ പോയി
കുഞ്ഞു കുഞ്ഞ് കീറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളും തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തുകൊണ്ട് വാ. ഞാനിതൊന്ന് താഴെ തറയിൽ അവർക്ക് വിരിച്ചു കൊടുക്കട്ടെ. ഈ മുട്ടകളൊക്കെ ഇപ്പോൾ ഈ ഉണക്ക ഇലയുടെയൊക്കെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്, പാവം എന്ന് കേശവ് ശ്യാമയോട് പറഞ്ഞു. ശ്യാമ ദോഡ്കർ അപ്നി പുരാണി ധോത്തി ഫാഡ്കർ എക് ടുക്കടാലായി. ശ്യാമ പെട്ടെന്ന് ഓടിച്ചെന്ന് ശ്യാമയുടെ പഴയ ഡ്രസ്സ് ധോത്തി അത് കീറിയിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം എടുത്തു കൊണ്ടുവന്നു. കേശവിനെ ചുക്കർ കപ്പട ലേലിയ. കേശവ് അവിടുന്ന് കുനിഞ്ഞു നിന്ന് ശ്യാമ കൊടുത്ത ആ കീറിയ കഷ്ണം തുണി വാങ്ങിച്ചു. उसकी कई तरह करके उसने एक गद्दी बनाई और उसे तिनकों पर बिछाकर तीनों अंडे धीरे से उस पर रख दिए. കേശവ് ശ്യാമയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു തുണിയുടെ കഷ്ണം വാങ്ങിച്ച് അതിനെ പല 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 കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കീറിയിട്ട് അവിടെ ഒരു മെത്ത പോലെയാക്കി അതിന് മേലെ ഈ ഇലയും കിളികൾ കൊണ്ടിട്ട ഇലയുടെയൊക്കെ മുകളിലായിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ മുട്ടകൾ പെറുക്കി അതിന് മേലേക്ക് വെച്ചു കൊടുത്തു. ശ്യാമാനെ ഫിർ കഹ ഹംകോ ഭി ദിഖാ ദോ ഭയ്യ, എന്നെയും കൂടി ഒന്ന് കാണിക്കേട്ടാ. കേശവ് ദിഖാ ദൂങ്ക, പഹലെ ജറാ വ ടോക്കരി തോ ദേ ദോ, ഊപ്പർ ഛായാ കർ ദോ. കേശവ് പറഞ്ഞു, ആ നിനക്കും കാണിച്ചു തരാം, പക്ഷെ ആദ്യം നീ അവിടെയുള്ള ബാസ്ക്കറ്റ് ഇങ്ങോട്ട് എടുത്തേ, ഇതിൻ്റെ മുകളിലായിട്ടൊരു തണൽ ഉണ്ടാക്കി കൊടുക്കട്ടെ. ശ്യാമാനെ ടോക്കരി നീച്ചെ സെ थमा दी और बोली, अब तुम उतर आओ, मैं भी तो देखूं. ശ്യാമ താഴെയുള്ള വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് എടുത്ത് കൊടുത്ത ശേഷം പറഞ്ഞു, ആ മതി മതി, ഇനി നീ ഒന്ന് താഴെ ഇറങ്ങേട്ടാ, ഞാനും കൂടെ ഒന്ന് കാണട്ടെ. കേശവനെ ടോക്കറി को एक टहनी से टिका कर कहा, दाना और पानी की प्याली ले आओ, मैं उधर आऊँ तो തുझെ ദിഖാ ദൂങ്ക. അവിടെ ഒരു മരത്തിൻ്റെ കുഞ്ഞ് കമ്പെടുത്ത് അതിലേക്ക് ബാസ്ക്കറ്റ് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് കേശവ് പറഞ്ഞു, ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള പാത്രം എടുത്തുകൊണ്ട് വാ, ഞാൻ ഇറങ്ങിയ ശേഷം നിനക്ക് കാണിച്ചു തരാം. ശ്യാമ പ്യാലി ഓർ ചാവൽ ഭീലായി. ശ്യാമ പാത്രവും അതിൽ കുറച്ച് അന്നവും എടുത്തു കൊണ്ടുവന്നു. കേശവനെ ടോക്കറിക്ക് നീച്ചെ दोनों चीज़ें रख दी और आहिस्ता से उतर आया. കേശവ് അതൊക്കെ ആ ബാസ്ക്കറ്റിൻ്റെ താഴെയായിട്ട് പതുക്കെ വെച്ചു കൊടുത്തിട്ട് താഴെ ഇറങ്ങി. ശ്യാമാനെ ഗിഡ്ഗിഡാക്കർ കഹ, അബ് ഹംകോ ഭി ചടാ ദോ ഭയ്യ. ശ്യാമ ഇപ്പോൾ പറഞ്ഞു, ഏട്ടാ എന്നെയും കൂടെ ഒന്ന് കയറ്റിയിട്ട് മേളിൽ കയറി ഇത് കാണാനൊന്ന് സഹായിക്കേട്ടാന്ന് പറഞ്ഞു. കേശവ് തു ഗിർ പടേകി. അപ്പോഴേക്കും കേശവിൻ്റെ ഭാവം മാറി. അത്രയും നേരം കേശവ് എന്താ പറഞ്ഞത്, ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഏട്ടൻ പിന്നെ പറയുന്നു, തു ഗിർ പടേകി, നീ മുകളിൽ കയറിയ വീണു പോകും. ശ്യാമ ന ഗിരൂങ്കി ഭയ്യ, തും നീച്ചെ സെ പക്കടേ രഹന. ഞാൻ വീഴില്ല ഏട്ടാ, നീ താഴെ നിന്ന് പിടിച്ചാൽ മതി എന്ന് ശ്യാമ പറഞ്ഞു. കേശവ് ന ഭയ്യ, कहीं तो गिर गिरा पड़ी तो अम्मा जी मेरी चटनी ही कर डालेंगी. കേശവ് പറഞ്ഞു, ഇല്ല അമ്മേ, എനിക്ക് പറ്റൂല, നീ എങ്ങനെ താഴെ വീണ അമ്മ എന്നെ അടിച്ച് ചമ്മന്തിയാക്കും. കഹേങ്കിക്ക് തൂനെ ഹി ചടായതാ, അമ്മ പറയും നീയല്ലേ അവളെ കയറ്റിയത്. ക്യാ കരേഗി ദേഖ് കർ, നീ ഇനി ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാനാ. അബ് അണ്ടേ ബടെ ആരാം സെ ഹെ, ആ മുട്ടകളൊക്കെ ഇപ്പം നല്ല സുഖമായി അവിടെ വിശ്രമിക്കുന്നുണ്ട്. ജബ് ബച്ചെ നിക്കലെങ്കിൽ തോ ഉൻകോ പാലെങ്കിൽ, ഇനി അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ നമുക്കവരെ വളർത്താം. दोनों चिड़िया बार बार कॉर्निस पर आती थीं और बगैर बैठे ही उड़ जाती थीं. ഇതിന് ശേഷം ആ കിളികൾ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി അവിടെ, പക്ഷേ അവിടെ ഇരിക്കാതെ പറന്നു പോകുമായിരുന്നു. കേശവ് സോച്ച, ഹം ലോഗോं की डर से नहीं बैठती. കേശവ് വിചാരിച്ചു, ഓ ചിലപ്പോൾ ഞങ്ങളെ പേടിച്ചിട്ടായിരിക്കും ഇരിക്കാത്തത്. സ്റ്റൂൾ ഉഠാക്കർ കമറേ മേ രഖ് ആയാ, ചൗക്കി ജഹാ കി തീ വഹാ രഖ് ദി. കേശവ് സ്റ്റൂള് കൊണ്ടുപോയി മുറിയിൽ വെച്ചു.
ബാത്റൂമിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന ആ കുഞ്ഞു പലക അതും തിരിച്ചു കൊണ്ടുവച്ചു. श्यामा ने आंखों में आंसू भरकर कहा, तुमने मुझे यकीन दिखाया, मैं अम्मा जी से कह दूँगी. അപ്പോഴേക്കും ശ്യാമയ്ക്ക് സങ്കടമായി. സങ്കടം നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഏട്ടനോട് പറഞ്ഞു, നിങ്ങൾ എനിക്കിത് കാണിച്ചു തന്നില്ല, ഞാൻ അമ്മയോട് എന്തായാലും പറയും. കേശവ്, അമ്മാജി സെ കഹേഗി തോ ബഹുത് മാറൂങ്ക കഹ ദേത്താ ഹൂം. കേശവ് പറഞ്ഞു, അമ്മയോടെങ്ങാനും നീ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം അടി കിട്ടും നിനക്ക്. ശ്യാമ, तो तुमने मुझे दिखाया क्यों नहीं? ഏട്ടൻ എന്താ പിന്നെ എനിക്ക് കിളിക്കൂടുമൊന്നും കാണിച്ചു തരാഞ്ഞത്? കേശവ്, और गिर पड़ती तो 4 सर न हो जाते? കേശവ് അനിയത്തിയോട് പറയുന്നു, നീ താഴെ വീണിരുന്നെങ്കിൽ നിൻ്റെ തല 4 പിളർന്നു പോയേനെ. ശ്യാമ, ഹോ ജാത്തെ ദേഖ് ലേന മേ കേ ദൂങ്കി. ശ്യാമയ്ക്ക് കയറി കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ശ്യാമ പറയുന്നു, ശരിയാണ്, എൻ്റെ തല വീണ് 4 പോയേനെ എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ ഏട്ടനെ കളിയാക്കുവാണ് ദേഷ്യത്തോടെ. ദേഖ് ലേന മേ കേ ദൂങ്കി, ഞാൻ തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. इतने में कोठरी का दरवाज़ा खुला और माँ ने धूप से आंखों को बचाते हुए कहा, तुम दोनों बाहर कब निकल आए? അപ്പോഴേക്കും അമ്മ വീടിൻ്റെ വാതിൽ തുറന്ന് വെയിൽ കണ്ണിൽ തട്ടാതിരിക്കാൻ മുഖമിങ്ങനെ തിരിച്ചുകൊണ്ട് മക്കളെ നോക്കി ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് പുറത്തിറങ്ങിയത്? मैंने कहा न था कि दोपहर को न निकलना. ഉച്ചയ്ക്ക് ഇറങ്ങേണ്ടത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? കിസ്നെ കിവാഡ് ഖോല, ആരാണ് ഈ വാതിൽ തുറന്നത്? किवाड़ केशव ने खोला था, लेकिन श्यामा ने माँ से यह बात नहीं कही. വാതിൽ തുറന്നത് കേശവായിരുന്നു, പക്ഷേ ശ്യാമ അമ്മയോട് ഈ കാര്യം പറഞ്ഞില്ല. ഉസെ ഡർ ലഗാക്കി ഭയ്യ പിട്ട് ജായെങ്കെ. ഈ കുട്ടികളുടെ നിഷ്കളങ്കത കണ്ടില്ലേ? ശ്യാമയ്ക്ക് പേടിയായി, ഏട്ടനെ തല്ല് കിട്ടുമോ എന്ന പേടി, അതുകൊണ്ട് ശ്യാമ പറഞ്ഞില്ല. കേശവ് ദിൽമേ കാംപ് രഹാ ഥാ कि कहीं ശ്യാമ കഹനതേ. കേശവനാണെങ്കിലോ മനസ്സിൽ പേടിയായിട്ട് ചരണമില്ല. ശ്യാമ ഇത് അമ്മയോട് പറയുമോ, വാതിൽ തുറന്നത് കേശവാണെന്ന് ശ്യാമ പറയുമോ എന്ന പേടിയായിരുന്നു. अंडे ने दिखाए थे, इससे अब उसको श्यामा पर विश्वास न था. കേശവ് ശ്യാമയെ സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റി കിളികളുടെ മുട്ടയൊന്നും കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് ശ്യാമയ്ക്ക് ദേഷ്യമുണ്ടാവും, സങ്കടം ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു കേശവന്. അതുകൊണ്ട് ശ്യാമയെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ശ്യാമ അമ്മയോട് പറഞ്ഞു കൊടുക്കുമോ, തനിക്ക് തല്ല് കിട്ടുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ശ്യാമ സിർഫ് मोहब्बत के मारे चुप थी या इस कसूर में हिस्सेदार होने की वजह से इसका फैसला नहीं किया जा सकता. ശ്യാമ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയാതിരുന്നതാണോ, അതോ ഏട്ടൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്തതിലൊക്കെ പങ്കാളിയായതിൻ്റെ കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല. മിണ്ടാതെ നിൽക്കുമായിരുന്നു. ഷായദ് ദോനോ ഹി ബാത്തേ ഥി. ചിലപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടുമാവാം. ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടുമാവാം, പിന്നെ അമ്മ ഏട്ടനെ വഴക്ക് പറയുമ്പോൾ ഏട്ടൻ മാത്രമല്ലല്ലോ, ഞാനും ഇതിൽ പങ്കാളിയായിരുന്നല്ലോ ഈ ചെയ്തതിലൊക്കെ എന്ന കുറ്റബോധം കൊണ്ടുമാവാം. माँ ने दोनों को डांट डपट कर फिर कमरे में बंद कर दिया और आप धीरे धीरे उन्हें पंखा झलने लगी. അമ്മ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് വീടിനുള്ളിലാക്കി കതകടച്ചു. എന്നിട്ട് അവരെ ധീരെ ധീരെ ഉന്നെ പങ്ക ഝലനെ ലഗി, അവരെ പതുക്കെ പതുക്കെ കാറ്റ് വീശി കൊടുത്തു, ചൂട് കാലമായതുകൊണ്ട്. അഭി സിർഫ് 2 ബജേ ഥേ. 2 മണിയേ ആയതേ ഉള്ളായിരുന്നു. ബാഹർ തേസ് ലൂ ചൽ രഹി ഥി. പുറത്ത് നല്ല ചൂട് കാറ്റ് ഉണ്ടായിരുന്നു. അബ് ദോനോ ബച്ചോ കോ നീന്ത് ആ ഗയി ഥി. അപ്പോഴേക്കും അമ്മ മക്കൾക്ക് കാറ്റ് വീശി കൊടുക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഉറക്കവും വന്നു. 4 ബജേ യകായക് ശ്യാമ കി നീന്ത് ഖുലി. ഇത് നമുക്ക് അടുത്ത ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.